തെലങ്കാനയിലെ മാവോയിസ്റ്റ് കേസിൽ സി.പി. റഷീദ്, സി.പി. ഇസ്മായിൽ എന്നിവർക്ക് എൻ.ഐ.എ ഓഫീസിൽ ഹാജരാവാൻ നിർദ്ദേശം. ഈ മാസം 12-ന് ഹൈദരാബാദിലെ എൻ.ഐ.എ ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം. ഇന്നലെ ഇവരുടെ പാലക്കാട്ടെയും പാണ്ടിക്കാട്ടെയും വീടുകളിൽ എൻ.ഐ.എ റെയ്ഡ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി ഇർഫാൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഇർഫാൻ, കേരളത്തിലടക്കം നിരവധി മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഈ സി.പി. റഷീദും അടക്കമുള്ളവർ. ഇപ്പോൾ നിലവിൽ ഈ തെലങ്കാനയിൽ നടത്തിയ ചില പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് പങ്കാളിത്തമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ ഇവർ ഹാജരാകാൻ പറയുകയും ചെയ്തു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, മാവോയിസ്റ്റ് ആക്രമണത്തിൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സി.പി. ജലീലിന്റെ സഹോദരങ്ങളാണ് സി.പി. റഷീദും സി.പി. ഇസ്മായിലും. ഇവരോടാണ് തെലങ്കാനയിലെ UAPA കേസിൽ ഹാജരാവാൻ എൻ.ഐ.എ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മാസം 12-നാണ് ഹൈദരാബാദിലെ എൻ.ഐ.എ ഓഫീസിൽ ഹാജരാവണമെന്ന നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇന്നലെ ഇരുവരുടെയും വീട്ടിൽ എൻ.ഐ.എ സംഘം ഹൈദരാബാദിൽ നിന്നുള്ള എൻ.ഐ.എ യൂണിറ്റിലെത്തി തിരച്ചിൽ നടത്തിയിരുന്നു. ഇവയിൽ ലഘുലേഖകളും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും ഇന്നലെ ഇവർ പിടിച്ചെടുത്തിരുന്നു. ഇരുവരോടും 12-ാം തീയതി ഹാജരാവാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിരവധി മാവോയിസ്റ്റ് ബന്ധമുള്ള കേസുകളിൽ ഇരുവരും പ്രതികളായിട്ടുണ്ട്. എൻ.ഐ.എ രജിസ്റ്റർ ചെയ്ത കേസുകളിലും അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ ചില കേസുകളിലും ഇരുവരും ആരോപണ വിധേയരും പ്രതികളുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുവരോടും തെലങ്കാനയിലെ കേസിൽ ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത്. തെലങ്കാനയിലുള്ള മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സി.പി. റഷീദിനോടും സി.പി. ഇസ്മായിലിനോടും ഈ മാസം 12-ന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ഇർഫാൻ പാലക്കാട് നൽകിയത്.